ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടറ്റോ ഫ്രിട്ടേഴ്സാണ്. അതൊരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഫ്രൈ അതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഹാഫാക്കി പിന്നെ വീണ്ടും അതിനെ വീണ്ടും ചെറിയ കഷ്ണമാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. ഞാൻ അതെങ്ങനെ കട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു പകുതി ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഞാൻ എങ്ങനെ കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങൊന്നും അല്ല കേട്ടോ, നമ്മുടെ സാധാരണ ഉരുളൻകിഴങ്ങും തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണ ഇതാണ്. അതായത് ഇതിങ്ങനെ സൈഡ് ചെരിച്ച് സ്ലൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ച പീസസ് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അതിനെ വീണ്ടും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതിപ്പോൾ നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം തിന്നായിട്ട് കിട്ടും. അല്ലാതെ നമുക്ക് ഇതിങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനത്രയ്ക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരില്ല. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നീളത്തിൽ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാ പീസസിൻ്റെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ ഞാനിപ്പോൾ എല്ലാ ഉരുളൻകിഴങ്ങും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് എടുക്കുന്നത്. ഉരുളൻകിഴങ്ങിൽ നല്ലോണം സ്റ്റാർച്ച് ഉണ്ടാവും. ഈ സ്റ്റാർച്ച് വെച്ച് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് ക്രിസ്പിനെസ് ആയി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കഴുകി ഇതിലത്തെ സ്റ്റാർച്ചൊക്കെ കളയണത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് അതിലത്തെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇത് നല്ലോണം വാഷ് ചെയ്യണം. ഞാനിവിടെ 2 വട്ടം വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ശേഷമാണ് ഇതിൽ ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. അതായത് ഇതിപ്പോൾ വെള്ളത്തിലേക്ക് സ്റ്റാർച്ച് ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതേപോലെ എന്നിട്ട് ഇത് വാരിയിട്ട് ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. വെള്ളം ഇതിലുള്ളത് നൂർന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാം ഇപ്പം നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു വട്ടം കൂടി നമ്മൾക്കിത് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ സോക്ക് ചെയ്യണം. വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ വാഷ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് നേരം കഴിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങിലേക്ക് ഒരു ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് നമുക്ക് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും എരിവിനനുസരിച്ചും നമുക്ക് ടേസ്റ്റിനനുസരിച്ചൊക്കെ ഇതിൻ്റെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉപ്പ് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചേർക്കണമെങ്കിൽ മല്ലിയില ചേർക്കാം അതിലേക്ക്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. ഇനി ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമുക്ക് ഇത് ഫ്രൈ ചെയ്യുമ്പോഴുള്ള മൈദയും അരിപ്പൊടിയും കോൺഫ്ലോറും വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറുമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി യൂസ് ചെയ്യാം. ഒരു ക്രഞ്ചിനെസ്സും ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ഇതിൽ യൂസ് ചെയ്യണത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാവുന്നൊരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഇനി നമുക്ക് ഇത് മിക്സ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളും മസാലയും എല്ലാം ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി കൊത്തി ഒഴിക്കുന്നുണ്ട്. അത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ അത്രയ്ക്ക് ക്രിസ്പി ആവില്ല കേട്ടോ, എന്നാലും നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ആ ഉരുളൻകിഴങ്ങൊക്കെ നല്ലോണം വെന്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിന് വരിക. ഇനി നമുക്ക് മുട്ട ഒഴിച്ചതും കൂടിയും ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 5 മിനിറ്റ് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. മസാലകളൊക്കെ ഒന്നതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണത്. ഇനി ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇതിലത്തെ ആ ബാറ്റർ കുറച്ച് കുറവായിട്ട് പോലെ തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണത്. നമുക്കിതിൽ അധികം വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ ഉരുളൻകിഴങ്ങിന് ചെറുതായിട്ട് നനവുണ്ടാവും. ആ നനവിലാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഒരു തിക്കായിട്ടിരിക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്തിരിക്കുമ്പോൾ ഇതേപോലെ തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങൊക്കെ അപ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ചേർന്നൊരു കൂട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്കായിട്ട് ഇത് ഇരിക്കുന്നത്. ഞാനിതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് ഇതിരിക്കുന്നത്, തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്പൂണുകൊണ്ട് തന്നെ ഇത് കോരിയിടാം. കയ്യിൽ ആക്കാതെ സ്പൂണുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കോരിയിടാം. ഓയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ചൂടായെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു പീസ് ഇട്ട് നോക്കിയപ്പോൾ അത് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിനി ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഓൾറെഡി നമ്മളിത് നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് കുക്കായി വരാനായിട്ട് കുറച്ച് ടൈം, ഫ്രൈ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ ഉപ്പും അതൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു, എരിവൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ അധികം ഓയിൽ എടുത്തിട്ടില്ല, അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. ആ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള നല്ലൊരു സ്മെല്ല്. നമുക്കിതിന് കോരി ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇടാം, ഓയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ആയി ആ മുട്ടയുടെ ഒക്കെ സ്മെല്ല് നല്ലോണം വരുന്നുണ്ട്. നമുക്കൊരു ബാച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ഉപ്പിൻ്റെയോ എരിവിൻ്റെയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ല. അപ്പോൾ ഞാനിത് അടുത്ത ബാച്ചും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈവനിങ്ങിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു അത്രയ്ക്ക് ക്രിസ്മസ് വലിയ എന്നാൽ ചെറിയ ക്രഞ്ചിനെസ് ഉണ്ടാവും, അങ്ങനത്തെ ഒരു സ്നാക്സാണ്. ഞാനിതിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബാറ്റർ ഒട്ടും ലൂസാക്കി എടുക്കരുത് കേട്ടോ. ലൂസാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉരുളൻകിഴങ്ങെല്ലാം നമുക്ക് ഇതേപോലെ കൂട്ടായിട്ട് കിട്ടില്ല, എല്ലാം ഇങ്ങനെ വിട്ട് പോകും. പക്ഷെ കൂട്ടായിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരിക. അപ്പോൾ അതേപോലെ നമ്മൾ ഇപ്പോൾ വെള്ളം യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആ ഉരുളൻകിഴങ്ങിലുള്ള വെള്ളത്തിൽ തന്നെ ഈ പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം വെള്ളം ഉപയോഗിക്കരുത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ മുട്ടയും കൂടി ഉള്ള കാരണം ഇനി വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര വാട്ടർ ആയി പോവും.
ഇതേപോലെ കണ്ട ഇങ്ങനെ തിക്കായിട്ട് കൂട്ടായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.